ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ കപ്പ കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് തന്നെ ഒരു കഷ്ണം കപ്പ എടുത്തിട്ട് അത് നന്നായിട്ട് വൃത്തിക്ക് കഴുകി മാറ്റി വയ്ക്കണം. ഇന്നിപ്പോൾ അതിൻ്റെ തോലെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. തോലൊക്കെ മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് എടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തോല് ഇളകിപ്പോരും. അപ്പോൾ ഇതുപോലെ എല്ലാ പീസിൻ്റെയും തോല് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് മീഡിയം സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ കപ്പയും മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് ഈ കപ്പയുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഈ കപ്പ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും, കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഈ കപ്പ വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 to 4 വിസിൽ വെച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ചധികം തന്നെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 to 4 വിസിൽ വന്നു കഴിഞ്ഞാൽ റെഡിയായി കഴിയും. ഇതിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ്. ഈ തേങ്ങ ചരുവി എടുത്തതിന് ശേഷം അതിൻ്റെ 1-ാം പാലും 2-ാം പാലും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 to 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 1-ാം പാൽ എടുക്കാം. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 2-ാം പാലും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് അരച്ചതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിക്കായിട്ടുള്ള 1-ാം പാൽ റെഡിയായി കിട്ടും. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് 1-ാം പാൽ വേണ്ടത്. 2-ാം പാലും കൂടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേവിച്ച കപ്പ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കേണ്ട, ഒരു മാക്സിമം നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാർഡ്നെസ് നമുക്ക് ഫീലാവും. എന്നാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ 2-ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതുപോലെ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ മിക്സ് അടുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു പ്രോസസ്സ് കൂടെ ബാക്കിയുണ്ട്. ഇത് നമുക്ക് താളിപ്പിന് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഒരു പാന് അടുപ്പത്തോട്ട് വെച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഈ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറൊക്കെയുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.